ബോബി ചെമ്മണ്ണൂരിനെ എന്തും പറയാൻ അല്ല, ബോബി ചെമ്മണ്ണൂരിനല്ല, ആൾക്കാർക്ക് എന്തും പറയാന്നുള്ള റൈറ്റ് ഇല്ല. നടിയുടെ പേര് ഈ നടി ഫറാന്നുള്ള അത് ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്ന അറസ്റ്റ് അറസ്റ്റിലായപ്പോ ആ വാർത്ത കേട്ടപ്പോ എന്താ തോന്നുന്നത്? അറസ്റ്റിലാവാനുള്ള കാരണമൊക്കെ ഉണ്ടാ? അറസ്റ്റിലായി, കേസെടുത്ത് അറസ്റ്റിലായി. ആരാ കേസ് കൊടുത്തെന്ന് അറിയോ? ഹണി റോസ്. എന്തിനാണ്? അത് കമന്റ് പറഞ്ഞ ശരിയാണ്? അങ്ങനത്തെ രീതിയിലുള്ള കമന്റ് ബോച്ച ഇത് ആദ്യം മുതലേ അല്ല, അങ്ങനത്തെ ഇതേപോലെ ബോച്ച ഡബിൾ മീനിങ് സംസാരിക്കണ ആദ്യമായിട്ട് കേട്ടിട്ടില്ലേ? മുന്നേ അതേപോലെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? ശരിയാണെന്ന് തോന്നുന്നുണ്ട് ബോച്ചാനെ സംസാരിക്കണത്? അല്ല, ബോർക്ക് വീഡിയോ കാണുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമന്റ് ഒക്കെ കേൾക്കുമ്പോ എന്താ തോന്നാറ്? വീഡിയോ പോലെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയല്ലേ, ഓപ്പൺ ആയിട്ട്? അപ്പൊ ബോച്ചക്കാണ് സപ്പോർട്ട് നൽകണത്. ബോച്ച ചെയ്ത് തെറ്റല്ല, തെറ്റല്ല. അതായത് ഹണി റോസിനെ പറയണത് ശരിയല്ല എന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, ഈ കേസ് കാണുമ്പോ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നത്? അതായത് ഹണി റോസ് എനിക്കറിയത്തില്ല. ബോച്ച ഹണി റോസിനെ കാണുമ്പോ കുന്തി ദേവി ഓർമ്മ വരുന്ന രീതിയിലാണ് കമന്റ് കൊടുത്തുള്ളത്. ശരിയല്ല, മൈക്കിനടുത്ത ശരിയല്ല. അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. പിന്നെ പലരും പറയണത് ഈ ഉദ്ഘാടനത്തിന് വരുന്ന ഹണി റോസിന്റെ വസ്ത്രധാരണ ശരിയല്ല. കേരളത്തിന്റെ അല്ല, പലരും പറയുന്നത്. അതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വസ്ത്രം അവരവരുടെ ഇഷ്ടമല്ലേ, നമ്മള് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പത്തെ ഇതില് കേസിൽ എന്താണ് ഹണി റോസിന്റെ കൂടെയാണ് സപ്പോർട്ട് ചെയ്യണത്? ഈ കേസിൽ ഹണി റോസ് പറയുന്നത് ശരിയാണ്. ഹണി റോസിന്റെ കൂടെ ആരാണ്? ഹണി റോസിന്റെ കൂടെയാണ്. ഹണി റോസ്. ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് അറിയോ? അറിയാം. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ഹണി റോസ് കേസ് കൊടുത്ത അറിയോ? ബോബി ചെമ്മണ്ണൂരിനെതിരെ ശരിക്കും എന്താണെന്ന് അറിയില്ല സംഭവം. ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് അറിയണല്ലേ? ആള് ഇതേപോലെ തന്നെ മുന്നേ ഡബിൾ മീനിങ്ങുള്ള വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഷ്യൂ ആയതാണ്. അതിന് ഇപ്പൊ ഈടായിട്ട് തന്നെ റീസെന്റ് ഹണി റോസിനെതിരെ ഇതേപോലെ ഒരു കമന്റ് അടിച്ചിട്ടാണ് അതിനെതിരെ കേസ് കൊടുത്തത്. ഹണി റോസ് കേസ് കൊടുത്തൊരു സംഭവം കണ്ടു. ആക്ച്വലി സംഭവം അറിയത്തില്ല. അതായത് ഹണി റോസിനെ ഒരു ഉദ്ഘാടന വേദി വെച്ചത് ഒരു മാസം മുന്നത്തെ ഉദ്ഘാടന വേദി വെച്ചിട്ട് ഹണി റോസിനെതിരെ ഒരു കമന്റ് അടിച്ചത്. അതായത് കുന്തി ദേവിയെ പോലെ കാണുന്ന രീതിയിലാണ് കമന്റ് അടിച്ചിട്ടുള്ളത്. അപ്പൊ അത് കണ്ടിട്ടാണ് ഹണി റോസ് കേസ് കൊടുത്തില്ല. അത് മുന്നേ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം റീസെന്റ് ഹണി റോസിനെതിരെ ഇതേപോലെ കമന്റ് അടിക്കുക, റിപ്പീറ്റ് ആയിട്ട് കമന്റ് അടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കേസ് കൊടുത്തു. ഇന്നലെ കേസ് കൊടുത്തു, ഇന്ന് അറസ്റ്റിലായി. അപ്പൊ ഇതിനോട് എന്താണ് പറയാനുള്ളത്? ബോഡി ഷേമിങ്ങിന്റെ ബോഡി ഷേമിങ് ചെയ്യുന്ന പുള്ളി ചെയ്ത് തെറ്റല്ലേ? അപ്പം ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പുള്ളി ഇപ്പൊ വലിയ ആളാന്ന് വെച്ചിട്ട് ഹണി റോസും വലിയ ആളാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുതല്ലോ. ആർക്കും വിഷമാകത്തില്ല. ചെയ്യരുത്. പുള്ളി ചെയ്തത് തെറ്റാണ്. ഈ കേസിൽ ഹണി റോസിന്റെ ഭാഗത്താണോ അതോ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്താണോ? ഹണി റോസിന്റെ ഭാഗത്ത്. പിന്നെ ഗേൾസ് എന്നുള്ള രീതിക്ക് നമുക്കറിയാം ബോഡി ഷേമിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെന്താ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്തായാലും അത് സത്യമുള്ള ഭാഗത്ത് നിൽക്കുന്നുള്ളൂ. അല്ല, ഇതേപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു നടി ഫറ ഷിബിൻ കേട്ടിട്ട് കണ്ട മനസ്സിലാവരും. അപ്പൊ അത് എന്താണ് ഹണി റോസിനെതിരായിട്ടാണ് പറഞ്ഞില്ല ഒരു പ്രസ്താവന എടുക്കുന്നത്. അതായത് ആ രീതിയിലുള്ള വസ്ത്രം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പൊ പലരും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അങ്ങനത്തെ കമന്റ് പറയാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ഇങ്ങനെ വസ്ത്രം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിൽ വർക്ക് ചെയ്യുന്ന നടി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? ഹണി റോസിന്റെ ഭയങ്കര ചീപ്പായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ വസ്ത്രം അനുസരിച്ച് അയാളെ ജഡ്ജ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ അയാൾക്ക് ഇഷ്ടമല്ലേ, അയാൾക്ക് എന്ത് വെയർ ചെയ്യണമെന്നുള്ളത്. അന്ന് വെച്ചിട്ട് ബോബി ചെമ്മണ്ണൂരിനെ എന്തും പറയാൻ അല്ല, ബോബി ചെമ്മണ്ണൂരിനല്ല, ആൾക്കാർക്ക് എന്തും പറയാന്നുള്ള റൈറ്റ് ഇല്ല. ഒരാളുടെ വസ്ത്രം എന്നുള്ള ഒരാളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അന്ന് വെച്ചിട്ട് അത് എല്ലാവർക്കും കണ്ട് പറയാന്നുള്ള ഒരു ഇതില്ല. അതപ്പോ എന്താ നടിയുടെ പേര്? ഈ നടി ഫറാന്നുള്ള ആ പെണ്ണ് അത് ചെയ്തതിന് പെണ്ണിന്റെ കുറ്റമാണ്. ആ പെണ്ണിന് ചിലപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അതിന്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും
ചിലപ്പോ ഹണി റോസിന് കുറച്ചും കൂടി ഇതൊക്കെ കിട്ടുന്നില്ലേ, ഫെയിമൊക്കെ കിട്ടുന്നില്ലേ, അതിന്റെ കുശുമ്പൊക്കെ തന്നെ. അല്ല, ഈ റിപ്പീറ്റ് ആയിട്ട് ഉദ്ഘാടനം വരാൻ കൂടുതലായിട്ട് ഉദ്ഘാടനം വരുന്നത് ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാന്നുള്ള രീതിയിലും കമന്റ് വരുന്നത്. അത് മലയാളികളെ ചൂഷണം ചെയ്തിട്ടാണ് ഹണി റോസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അത് മുഴുവനായിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള നടി. അതൊക്കെ കാണുമ്പോ അതിനോട് എന്താ പറയാനുള്ളത്? അതൊക്കെ ഭയങ്കര, അത് ഒരാളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, നമ്മളിപ്പോ ഫാഷൻ സ്റ്റുഡൻസാ, നമുക്കൊക്കെ അറിയാം. അപ്പൊ ഒരാളുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ചീപ്പ്. അത് അങ്ങനെ ഒന്നും അല്ല. പുള്ളിക്കാരി അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണിക്കാനായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. പുള്ളിക്കാരിയുടെ തെറ്റല്ലല്ലോ, പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ് ചെയ്യുന്നു. അതിപ്പോ എന്താ ആൾക്കാര് പറയുന്നത് അവരുടെ മൈൻഡിന്റെ ഒരു ഇതല്ല, ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ചിന്തിക്കുന്നതല്ലേ. ഹണി റോസിന്റെ ഭാഗത്താണ്. അതെ, എന്താണ് ആ നടി പറഞ്ഞ എന്താ പറയാ, നടി പറഞ്ഞതിന് എന്താ പറയാനുള്ളത്? നടി പറഞ്ഞത് ഒബ്വിയസ്ലി ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അപ്പൊ അതില് കേറി ഇങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞ പോലെ തന്നെ ഒരു റൈറ്റും ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചാൻസ് കിട്ടുന്നത് അങ്ങനെ പറഞ്ഞത്. മധ്യപ്രദേശ് ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, സീനായിരിക്കാം.